റോഡിൽ കൂടി ഒരു ബസ് ഹോൺ മുഴക്കിക്കൊണ്ട് സ്പീഡിൽ പോകുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ പോയ വാഹനത്തിനെതിരെ നടപടിയെടുക്കുമെന്ന് ആ വേദിയിൽ വെച്ച് തന്നെ പറയുകയും പിന്നീട് ആ വാഹനത്തിൻ്റെ പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്തൊരു വാർത്തയാണ് ഞാൻ കാണാനിടയുണ്ടായത്. ആ സംഭവങ്ങൾക്ക് ശേഷം ആ വാഹനം ഓടിച്ചിരുന്ന, അതായത് ആ ബസ് ഓടിച്ചിരുന്ന ആളുടെ ഒരു കാര്യങ്ങൾ, അയാൾ എന്താണ് സംഭവിച്ചത്, അന്ന് ആ വാഹനം പോയ സമയത്ത് എന്തുകൊണ്ടാണ് ഹോൺ മുഴക്കിക്കൊണ്ട് പോകേണ്ടി വന്നതെന്നുള്ളൊരു കാര്യത്തെപ്പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ വാഹനം ഓടിച്ച് എൻ്റെ ഉപജീവന മാർഗ്ഗമേ ബസ് ഓടിക്കലാണ്. ഇത് ഓടിച്ചുകൊണ്ടാണ് എൻ്റെ കുടുംബം ഞാൻ നോക്കുന്നത്. എനിക്കതുകൊണ്ട് ഈ ജോലിയില്ലാതെ പറ്റില്ല. ഞാൻ KB ഗണേഷ് കുമാർ സാറിൻ്റെ കാൽ വേണമെങ്കിൽ പിടിക്കാമെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അയാളുടെ പ്രായം കാണുമ്പോഴറിയാം അയാളത് കള്ളം പറയേണ്ട ആവശ്യകതയില്ലാന്ന്. എന്നാലും കുറേ കമ്മിക്കുട്ടന്മാർ വന്നിരുന്ന് മെഴുകുന്നുണ്ട്. ഈ പറയുന്ന ബസ് ഡ്രൈവർ വെറും കള്ളത്തരം പറയാണ്, KB ഗണേഷ് കുമാർ ചെയ്താണ് നല്ലത്, ഗണേഷ് കുമാർ നല്ല വ്യക്തിയാണെന്ന് തന്നെയാണ് പറയുന്നത്. KB ഗണേഷ് കുമാർ നല്ല വ്യക്തിയല്ല എന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല. KB ഗണേഷ് കുമാർ നല്ല വ്യക്തി തന്നെയാണ്. നല്ല കാര്യങ്ങൾ, അതായത് ഒരു